ബദരീങ്ങൾ വലിയ മഹത്വമുള്ളവരാണ്. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിച്ചുകൊണ്ട് ചോദിച്ചു, നിങ്ങൾക്കിടയിൽ ബദരീങ്ങളുടെ സ്ഥാനം എന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മിൻ അഫ്ളലിൽ മുസ്ലിമീൻ, അവർ മുസ്ലിമീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ്. മുസ്ലിമീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരായിട്ടാണ് ബദരീങ്ങളെ ഞങ്ങൾ കാണുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ബദരീങ്ങൾ വലിയ ശ്രേഷ്ഠതയുള്ളവരാണ് എന്ന്. ബദരീങ്ങളെ നമ്മൾ ഇഷ്ടപ്പെടണം, അവരുടെ പേരുകൾ നമ്മൾ പറയണം, അവരുടെ പേരുകളുള്ള ബെയ്ത്തുകൾ നമ്മൾ ചൊല്ലണം. ബദരീങ്ങൾ അന്ന് ബദറിൽ പോരാടിയത് കൊണ്ടാണ് ഇന്ന് ഇസ്ലാം നിലനിൽക്കുന്നത്. ഇന്ന് നമുക്ക് ഇസ്ലാം നമ്മിലേക്ക് എത്തിയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അന്നെങ്ങാനും പരാജയപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് ഈ ലോകത്ത് ഇസ്ലാം ഉണ്ടാവുമായിരുന്നില്ല. അപ്പോൾ അത്രയും വലിയ പ്രധാനപ്പെട്ട ഒരു പങ്കാണ് ബദരീങ്ങൾ അന്ന് വഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ബദരീങ്ങളെ നമ്മൾ ഇഷ്ടപ്പെടണം. ആ ബദരീങ്ങൾ ഇസ്ലാമിന് വേണ്ടി എല്ലാം സമർപ്പിച്ചവരായിരുന്നു. അവർ സ്വത്ത് നൽകി, ശരീരം നൽകി, രക്തം നൽകി, എല്ലാം അവർ ഉപേക്ഷിച്ചുകൊണ്ട് ഇസ്ലാമിന് വേണ്ടി പോരാടുകയാണ്. ഇസ്ലാം ഇവിടെ നിലനിൽക്കണം, അതിനുവേണ്ടി അവർ പോരാടി. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല അവരുടെ പാപങ്ങളൊക്കെ പുറത്തു കൊടുത്തിരിക്കുന്നു. പാപങ്ങളൊക്കെ പുറത്തു കൊടുത്തവരാണ് ബദരീങ്ങളെന്ന് പറയുന്നത്. വലിയ മഹത്വമുള്ളവർ. സ്വഹാബികളൊക്കെ തന്നെ ബദരീങ്ങളുടെ മഹത്വം പാടിപ്പറയാറുണ്ടായിരുന്നു. മാത്രമല്ല വലിയ ബഹുമാനമായിരുന്നു ബദരീങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ബദരീങ്ങളെ നമ്മൾ സ്നേഹിക്കണം, അവരെ നമ്മൾ അനുസ്മരിക്കണം. ഇൻഷാ അല്ലാഹ് ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു റാഹത്തിലാക്കി തരുമാറാവട്ടെ. ബദരീങ്ങളോടുകൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ.